ഞാനിതെങ്ങനെ അറിഞ്ഞൂന്നാവും. വരുന്ന വഴിക്ക് ഞാൻ ടീച്ചറിന്റെ ചേട്ടന്റെ കടയിലൊന്ന് കയറിയായിരുന്നു. അവിടെ വെച്ച് ആ കടയിൽ നിൽക്കുന്ന സോമു എന്നോട് ഈ വിവരം പറഞ്ഞത്. സംഗതി സത്യം തന്നെയല്ലേ? രത്നെ, ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും. ഒന്ന് പറപ്പിച്ച കണ്ണടച്ചു തുറക്കും മുമ്പ് സ്കൂളിലെത്തില്ലേ? ആ, അത് നന്നായി. എന്നൊരു കാര്യം ചെയ്യും, ഏട്ടനും കൂടി അവരുടെ ഒപ്പം സ്കൂൾ വരെ പോയിട്ട് വാ. ഞാനെന്തിനാ ഇവരോടൊപ്പം സ്കൂളിൽ പോകുന്നു? ഗിരിയേട്ടൻ കൂടെ പോയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ പാർച്ച് ചുറ്റയ്ക്കായി പോവില്ലേ? ഏട്ടനും കൂടെ പോയാ ചേച്ചിക്കൊരു കമ്പനി ആവുമല്ലോ, അല്ലേ രത്നേച്ചി? ആ, അതെ അതെ. ഗിരിയേട്ടനും വാ. ആ, ഗിരിയേട്ടൻ വാ, കേറ്. ഞാൻ തിരിച്ചുകൊണ്ട് വിടാം. ഒന്ന് പോയി ചുറ്റിട്ട് വാങ്ങിരിയേട്ടാ. ആ ചെല്ല്. കടയിലിപ്പോ ഞാനുണ്ടല്ലോ, ഏട്ടൻ പോയിട്ട് വാ. പോവല്ലേ? ആ, ഒന്ന് വന്ന് കേറ് ഗിരിയേട്ടാ, വാ. ചെല്ല്, പോയിട്ട് വാ. ഞാൻ പാറുവിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ കാര്യം? അത് എനിക്ക് പാറുവിന്റെ ഒരു സഹായമാണ്. സഹായോ? എന്ത് സഹായം? നാളെ നമ്മുടെ സൊസൈറ്റിയിലെ ചിട്ടിയുടെ ലേലമാണ്. ആ ലേലം എനിക്കൊന്ന് പിടിക്കണമെന്നുണ്ട്. അല്ല, അതെനിക്ക് തന്നെ കിട്ടും. അങ്ങനെ ചിട്ടി കിട്ടിയാൽ അവിടെ കുറച്ച് എഴുത്തുകൂത്ത് പണികളുണ്ട്. എനിക്കതൊന്നും വശമില്ലല്ലോ, ഞാൻ വെറും 4ാം ക്ലാസ് അല്ലേ. ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാൽ അവൾക്ക് സ്കൂളിൽ പോണ്ടേ. പാറു കൂടെ ഉണ്ടെങ്കിൽ ആ വക കാര്യങ്ങൾക്കൊക്കെ എനിക്കൊരു ധൈര്യമായനെ. അത്രേ ഉള്ളോ? ഗിരിയേട്ടന് വേണ്ടിയല്ലേ? ഞാൻ വരാം. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഇനി ഇതുപോലുള്ള അബദ്ധമൊന്നും കാണിച്ചു വെച്ചേക്കരുത്. ഇല്ല, ഇനി ഉണ്ടാവൂല. ഇരുന്നു. പാറു, ഞാൻ ഇറങ്ങുവാണേ. ശരി. ഏട്ടാ ശരിയെന്ന്. ശരി മോളെ, പോയിട്ടോ. ടീച്ചറെ, ഗിരിയേട്ടാ വാ, കേറ്. ഞാൻ എന്താ വരുന്നേ? നീ എന്താ ഇവിടെ ഒളിച്ചു കളിക്കണോ? എന്നെ ഒന്നും ചെയ്യല്ലേ. രത്ന ടീച്ചറിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് വീണ്ടും പറഞ്ഞോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. സത്യം?
പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഊഞ്ഞാലാടാ. ആരായിരുന്നു ആ കുട്ടി? അവൻ ആളൊരു കുറുമ്പനാ. അവന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ പാറു ചിരിക്കും. പോണ വഴിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. വണ്ടി എടുക്കും. പോ. രത്ന ടീച്ചറെ, ടീച്ചർക്ക് കല്യാണമായല്ലേ? ഞാനിതെങ്ങനെ അറിഞ്ഞൂന്നാവും. വരുന്ന വഴിക്ക് ഞാൻ ടീച്ചറിന്റെ ചേട്ടന്റെ കടയിലൊന്ന് കയറിയായിരുന്നു. അവിടെ വെച്ച് ആ കടയിൽ നിൽക്കുന്ന സോമു എന്നോട് ഈ വിവരം പറഞ്ഞത്. സംഗതി സത്യം തന്നെയല്ലേ? വന്നിട്ട് ഇത്രയും നേരമായി. കല്യാണത്തെക്കുറിച്ചൊരു വാക്ക് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അല്ല ടീച്ചറെ, കല്യാണം ഉറപ്പിച്ചോ? ഏതാണ്ട് ഉറപ്പിച്ചു അല്ലേ ടീച്ചറെ? ചെക്കൻ എവിടുന്നാ? എന്താ ജോലി? ചെക്കൻ ഗൾഫുകാരനാ. ആഹാ, ടീച്ചർക്ക് കോൾ അടിച്ചല്ലോ. കല്യാണം കഴിഞ്ഞാൽ ടീച്ചർക്കും ഗൾഫിലേക്ക് പറക്കാമല്ലോ. ഗൾഫുകാരനാകുമ്പോ പൂത്ത കാശായിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ടീച്ചറെ ചെക്കന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ? ടീച്ചർ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ടീച്ചർക്ക് നാണമായിരിക്കും. കല്യാണം ആവുമ്പോ മിക്ക പെൺകുട്ടികൾക്കും ഇതുപോലെ നാണം ഉണ്ടാവും. കല്യാണം കഴിയുമ്പോ അതൊക്കെ മാറിക്കോളും.